ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തി അസുഖം കാരണം മരിക്കുന്നവർക്കായി ഈ സീസണിൽ ആരംഭിച്ച പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ സമാഹരിച്ചത് 40 ലക്ഷത്തിലേറെ രൂപ. ശബരിമലയിൽ മല കയറുന്നതിനിടെ മരണപ്പെടുന്നവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ശബരിമലയിലെത്തി അസുഖം കാരണം മരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യുന്ന പിൽഗ്രിം റിലീഫ് ഫണ്ടിൽ ഈ വർഷം ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് എത്തിയിട്ടുള്ളത്. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന ഓരോ തീർത്ഥാടകനിൽ നിന്നും നിർബന്ധമല്ലാതെ ഈടാക്കുന്ന 5 രൂപയും സംഭാവന എന്ന രീതിയിൽ താൽപ്പര്യമുള്ളവർ നൽകുന്ന സംഖ്യയും ഉൾപ്പെടെയാണ് 40 ലക്ഷത്തോളം രൂപ പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ എത്തിയത്. ഈ മണ്ഡലകാലത്ത് 17ഓളം പേരാണ് ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ കാരണം ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്രക്കിടെ മരിച്ചതെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OC ബിജു പറഞ്ഞു. സംഭാവനയായ 5 രൂപ നൽകാത്തവർക്കും ആനുകൂല്യത്തിന് അർഹതയുണ്ട്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സ്പോട്ട് ബുക്കിംഗ് എടുക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. നിലയ്ക്കൽ മുതൽ ശബരിമല സന്നിധാനത്തിലേക്കുള്ള നിശ്ചിത വഴികളിലൂടെ നിയമാനുസൃതമായി വരുന്ന തീർത്ഥാടകർക്കെല്ലാം പരിരക്ഷ ലഭിക്കും. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ സ്വാഭാവിക അസുഖങ്ങൾ കാരണമാണ് മരിച്ചതെന്ന് കാണിക്കുന്ന തീർത്ഥാടന പാതയിലെ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ സഹിതമാണ് ആശ്രിതർ അപേക്ഷിക്കേണ്ടത്. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സമിതി ഇത് പരിശോധിച്ച് സഹായം നൽകാൻ നടപടി സ്വീകരിക്കും. 2 ലക്ഷത്തോളം രൂപയാണ് ആശ്രിതർക്ക് നൽകാൻ തീരുമാനമായത്. അന്തിമ ഉത്തരവിറങ്ങുന്നതോടെ ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ വെച്ച് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഈ പരിരക്ഷ ലഭിക്കും. പുല്ലുമേട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്കായി ഒരു ദുരിത സഹായ നിധി രൂപവൽക്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹായനിധി സ്വരൂപിച്ചത്. MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം.